നടക്കുന്നു. നമുക്ക് കാണാം. തങ്കപ്പ, നീയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് തന്നെയാ ആ നസ്രാണിയെ കൊണ്ട് ആ ചെല്ലമ്മയെ പഴപ്പിച്ചത്. ഓണ്ടറേ, അനാവശ്യം സംസാരിക്കരുത്. എനിക്കതല്ല ജോലി. എല്ലാരും വാസവണ്ണനെ പോലെയാണ് വിചാരിക്കരുത്. എന്നെ പോലെ എന്ന് പറഞ്ഞ പറയണ്ട, ആർക്കും ഒന്നും അറിഞ്ഞുകൂടുന്ന വാസവണ്ണൻ തെറ്റിദ്ധരിക്കും. കള തങ്കപ്പ, ചുമ്മാതെ ഒന്നും രണ്ടും പറയാം. നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നത്? എന്ത് വെള്ളിയൊക്കെ ആ പെമ്പറന്നൊരു പെറ്റ? ഇല്ല മേശിരി, കിടന്നു വിളിയോടെ വിളി തന്നെ. കണ്ടും കേട്ടും ഇരിപ്പാൻ ഒക്കില്ല. കെട്ടിയെടുത്ത് വല്ല ആശുപത്രിയിലും കൊണ്ട് ഇടാത്തത് ചത്ത് ഇവിടെ കിടന്ന് നാറാതെ. ആരുണ്ട് മേശിരി അതിനൊക്കെ ഒന്ന് സഹായിക്കും? ഞാൻ വിചാരിച്ച വല്ലതും നടക്കും. എന്റെ കയ്യിൽ അതിനുള്ള പാങ്ങുമില്ല. ആ, ഇങ്ങനെയുള്ളതിലൊന്നും ആരും കാണില്ല. അനുഭവിക്കട്ടെ. വല്യേക്ക, ഒന്നിങ്ങോട്ട് വരണം. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. രക്ഷ വേണമെങ്കിൽ ഒരു നാഴിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കണം. അയ്യോ, എന്റെ മോളെ, നമ്മൾ ഇത്ര മഹാഭാവികളായി പോയല്ലോ. സഹായത്തിന് ആര് പോലും ഇല്ല. അയ്യോ, ഞാൻ ചത്തുപോമേ. എന്റെ മോളെ കരയാതെ സമാധാനമായിട്ട് കിടക്കും. എല്ലാരും വരും. വേഗാട്ടെ, എനിക്ക് താമസിക്കട്ടെ. കസേര കൊണ്ട് ഇങ്ങോട്ട് നിൽക്കും. എന്തിനു നോക്കി നിൽക്കണേ? പിടിച്ചു നിങ്ങളെല്ലാം കൂടെ പിടിച്ചും കൊടുക്കണേ. എളുപ്പാട്ടെ, സാവധാനം. സൂക്ഷിച്ച് പിടിക്കും നിങ്ങൾ. എങ്ങനെയുണ്ട് ഡോക്ടർ സാർ? ഒന്നും പറയാൻ വയ്യ. നോക്കാം. ഗർഭചിത്രം മൂലം മരണം. സ്ഥലത്തെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന തങ്കമ്മ എന്ന പേരുള്ള ആശുപത്രിയിലെ കുട്ടി എന്തിനാ, ആണോ പെണ്ണ? ചാകുളം. 5-6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പൊ അറിയാൻ ഒക്കില്ലായിരിക്കും. ഈ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഗുണവണ്ണ? അവള് വലിയ പുള്ളിയല്ലേ. ചെല്ലമ്മ, ചെല്ലമ്മ, ചേച്ചേ പോട്ടിയല്ലമ്മ, സാരമില്ല. ഞാൻ പോണിയല്ലമ്മ.
ഞാൻ പിന്നെ വരാം. ആ നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നു എന്തോ. ആർക്ക്? ആ ചെല്ലമ്മയ്ക്ക്. ഒലഞ്ഞു പോട്ടെ. ആ ചെറുക്കനോട് ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചിരാമ്മ, ചെല്ലമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ആ 2 ദിവസത്തിനാവും വരും. വരട്ടെ, ഇവിടെ ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂത്തയും. പോവാ. തള്ളേ, കട്ടില് കയറി ഇരിക്കണ്ട. ആ, നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നോയിക്കൊണ്ടിരിക്കാതെ പട്ടി ഇങ്ങോട്ട് തരാൻ. ആ എന്നാ കായിട്. എന്തടി കാർത്തി, നിന്റെ ചുന്നരിച്ചല്ലമ്മയുടെ മാപ്പിള വന്ന? എന്തോ ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ആരാണിപ്പം ചെലവിന് കൊടുക്കണത്? മേസ്തിരി തന്നെ. അമ്മോക്ക, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോയി ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വർത്താനം പറയാതെ. എന്നാലും കുറെ കടുപ്പം തന്നെ ഇവളുടെ കാര്യം. ആദ്യം ഒരു തുലുക്കനെ പിടിച്ചു, പിന്നൊരു നസ്രാണിയെ. ഇവൾക്ക് ഇതിപ്പേദം വല്ല ആറ്റിലോ കുളത്തിലോ ചടിച്ചാകരുതോ. ഇത് പറയേണ്ടത് അമ്മൂക്കൻ തന്നെ. അമ്മൂക്കന്റെ മുണ്ടുകട എങ്ങനെ നടന്നെന്നും വാസു കൊണ്ടൻ അധികാരി ഏമാൻ എത്ര രൂപ കൊടുത്തെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓ, അറിയാമെങ്കിൽ കാര്യമായിപ്പോയി. അല്ലെങ്കിൽ നീയൊക്കെ അവളുടെ ഒട്ടയം പൊടി നിന്ന് ജീവിക്കുന്നോളല്ലേ. വാടാ. അക്ക, ഒന്ന് അവിടെ നോക്കിയേ. ചുടലത്തങ്ങ് നിറച്ചു കായ്ക്കുന്നുണ്ട്. എവിടെടി? ഇവിടെ കന്നി കായ്ക്കുന്ന കരിക്ക് ഒരെണ്ണം നമുക്ക് തന്നെ കുടിക്കണം. ചെല്ലമ്മ, മേസ്തിരി വരുന്നുണ്ട്. എന്ത് വള്ളിയാക്ക, ഇന്ന് ചന്തയിലൊന്നും പോണില്ലേ? ആ, ചന്തയിൽ പോണം. അപ്പൊ ചെല്ലമ്മയോ? 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്കൊക്കെ നടക്കാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ മുട്ടടിച്ചൊടിച്ചു വിടരും പറഞ്ഞേക്കാം. ഞാനും ഇറങ്ങണിയല്ലമ്മ.